ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഒരു തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. അതായത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, അതായത് ഇത് ദീർഘകാലത്തേക്കുള്ള ഒരു ബന്ധമാണോ അതോ യൂണിവേഴ്സ് ഉടൻ തന്നെ ഈ ഒരു കാര്യത്തിൽ ഇടപെടുമോ എന്നുള്ളൊരു കണ്ടെത്തലാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ മാത്രം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്നുള്ളത്. നമുക്കിവിടെ ആദ്യം തന്നെ ടവർ ആണ് കിട്ടിയേക്കുന്നത്, തകർച്ചയാണ് കാണിക്കുന്നത്. അതായത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മുൻപ് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇതിവിടെ തകർന്നടിഞ്ഞ് വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഈ ഒരു ടവർ കാർഡ് പറഞ്ഞു തരുന്നത്. അതായത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി, യൂണിവേഴ്സ് ഉടൻ തന്നെ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു ടവർ കാർഡിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഉടൻ തന്നെ ഒരു കുലുക്കം ഇവിടെ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഒരു തകർച്ച ഇവരുടെ ജീവിതത്തിൽ, ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന ഒരു എനർജിയാണ് ആദ്യം തന്നെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്. വീണ്ടും നമുക്കിവിടെ സെവൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒരാൾ പതിയെ പതിയെ മറ്റൊരാളെ ചീറ്റ് ചെയ്ത ശേഷം പതിയെ ഇറങ്ങി പോകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയെ അതായത് നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് വിശ്വസിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരുപക്ഷെ അത് തേർഡ് പാർട്ടി ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ഒരു വ്യക്തി ഇവിടെ നിന്നും പതിയെ ഇറങ്ങി പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കൂടുതലും നമുക്കിവിടെ ആ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി മാറ്റി നിർത്തി അകന്നു പോകുന്ന ഒരു എനർജിയാണ് കൂടുതലായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കൂടുതലും തേർഡ് പാർട്ടിക്ക് വലിയൊരു രീതിയിലുള്ള തകർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു സൂചനയാണ് ഈ രണ്ട് കാർഡുകളിലൂടെയും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്. സെവൻ ഓഫ് വാൻസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് ഒരു വികാരവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു എനർജിയാണ് ഈ ഒരു സെവൻ ഓഫ് വാൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് മറ്റെന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വ്യക്തി നേരിടേണ്ടി വന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ ഈ ഒരു വ്യക്തിക്ക് അവരോടൊരു വെറുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് മുൻപ് ഒരുപാട് അട്രാക്ഷൻ ആ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകും തോറും ആ ഒരു അട്രാക്ഷൻ കുറഞ്ഞ് ആ ഒരു അട്രാക്ഷൻ ഒരു വെറുപ്പിലേക്ക്, ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്. നമുക്കിവിടെ ഡെത്ത് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു എൻഡിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷനും കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ബന്ധത്തിന് ഒരു അവസാനം ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും കാലം ആ ഒരു വ്യക്തി തിരിച്ചറിവില്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇനി ആ ഒരു വ്യക്തിക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്. ഏസ് ഓഫ് സോർട്സിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ചില കാര്യങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ ഇനി നിങ്ങൾ അറിയാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇത്രയും കാലം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു കാര്യത്തിനെല്ലാം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള വ്യക്തികളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അവസ്ഥയും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇനി ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി മൂലമായിരിക്കാം മറ്റുള്ള വ്യക്തികളാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതായിട്ട് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഇനി ഒരു വ്യക്തത ലഭിക്കുന്നു. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ആ ഒരു സത്യസന്ധത മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു എനർജിയും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്.
വീണ്ടും നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് 5 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അതായത് ഒരാളെ വേദനിപ്പിച്ച് കടന്നു കളയുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ സ്വാർത്ഥത കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയാണ്. അതായത് ആളുടെ ഒരു ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് വരുന്ന ഒരു എനർജിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിലൂടെ തേർഡ് പാർട്ടി വളരെയധികം വേദനിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് വന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്നും അവർ മാറാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയെ അവഗണിച്ച് ഈ ഒരു വ്യക്തി പുറത്ത് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ 4 ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി വീണ്ടും വീണ്ടും എത്ര സ്നേഹം വെച്ച് നീട്ടിയാലും ഈ ഒരു വ്യക്തിക്ക് അത് വേണ്ട എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഭാവിയിൽ ഇവർ തേർഡ് പാർട്ടിയിൽ നിന്നും മാറി നിൽക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടീനെ എന്തൊക്കെ പറഞ്ഞവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാലും ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്നേഹമോ അവർ കൊടുക്കുന്ന ഓഫറുകളോ ഒന്നും വേണ്ട എന്നാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ ഓഫറുകൾ ഈ ഒരു വ്യക്തിക്ക് നേരെ തേർഡ് പാർട്ടി വെച്ച് നീട്ടുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് തിരിച്ചറിവുണ്ടാവുകയും അതിനോടൊന്നും താല്പര്യമില്ലാതെ ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു എനർജിയുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് മറ്റാരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എനർജി. ആ മറ്റൊരാളെന്ന് പറയുന്നത് ഇവിടെ നിങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്. നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്കായിട്ടുള്ള സന്ദേശമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് സൈലന്റ് ആയിട്ട് ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയോട് എപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ സൈലന്റ് ആയിട്ടിരുന്ന് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം ശക്തമാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ എന്തോ പറയുന്നത് പോലെ തോന്നുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കുറച്ചൊന്ന് നിങ്ങൾ സമാധാനമായി ഇരുന്ന് ഒരിടത്ത് സമാധാനമായി ഇരുന്ന ശേഷം എന്താണോ നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് സൈലന്റ് ആയിട്ടിരുന്ന് നിരീക്ഷിക്കുക. അല്ലാണ്ട് നിങ്ങളുടെ വ്യക്തിയോട് കൂടി ഈ ഒരു കാര്യം പറഞ്ഞ് യാതൊരു തരത്തിലുള്ള ഒരു വഴക്കിനോ അത്തരത്തിലുള്ള വാക്കുതർക്കങ്ങൾക്കോ ഒന്നും പോകാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ഏറ്റവും നല്ലതായിട്ട് കാണിക്കുന്നത്. എന്തായാലും തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ ഇവിടെ ഭാവിയിൽ എൻഡായി പോകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതിന് ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട എന്ന് കാണിക്കുന്നുണ്ട്. ഉടൻ തന്നെ യൂണിവേഴ്സ് അതിൽ ഇടപെടുമെന്നും കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ആദ്യം തന്നെ എടുത്തപ്പോൾ ടവർ കാർഡ് കിട്ടിയത്. ഉടൻ തന്നെ നിങ്ങൾക്ക് നീതി ലഭിക്കുവാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക, സൈലന്റ് ആയിട്ടിരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഇവിടെ 2 ഓഫ് കപ്സ് ആണ് ലഭിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കരികിലോട്ട് തന്നെ തിരിച്ചു വരുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ മാറി വീണ്ടും പരസ്പരം ഒരു 2 ഓഫ് കപ്സിന്റെ എനർജിയിലോട്ടൊക്കെ വരുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിനെ നിങ്ങളെ മനസ്സിലാക്കുമെന്നാണ് കാണിക്കുന്നത്. ഇത്രയും കാലം ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി നിങ്ങളെ മനസ്സിലാക്കി ഒരു ഹാപ്പി ലൈഫ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു എനർജി ഭാവിയിൽ നിങ്ങളോടൊത്ത് ഭാവിയിൽ ഉണ്ടാകുമെന്ന് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുക, ഒന്ന് അവരെ ഒബ്സർവ് ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടേതായ രീതിയിൽ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. അതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഫ്യൂച്ചർ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അത് ഒരു ഡെത്ത്, അതായത് അവസാനിച്ച് തന്നെ പോകുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.